സംസ്ഥാനത്തെ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളുടെ വിദ്യാഭ്യാസ, സാമ്പത്തിക പിന്നോക്കാവസ്ഥ, ക്ഷേമം എന്നിവ സംബന്ധിച്ച പ്രശ്നങ്ങൾ പഠിക്കാനാണ് ജസ്റ്റിസ് JB കോശി കമ്മീഷനെ നിയോഗിച്ചത്. ക്രിസ്ത്യാനികൾ വോട്ട് ബാങ്ക് അല്ലെങ്കിൽ പിന്നെ സതീശൻ കാക്കനാട്ട് പോയി തലേ തുണിയിട്ട് കാക്കനാട്ടോട്ട് പോകണമായിരുന്നു. ഇപ്പൊ ക്രിസ്ത്യാനികൾ വോട്ട് ബാങ്ക് അല്ലാത്തതുകൊണ്ടൊന്നുമല്ല, ഗവൺമെന്റിന്റെ പണം ഇല്ലാതെ ഗവൺമെന്റ് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു. ഇപ്പൊ ഗവൺമെന്റ് ഈ കാര്യം നടപ്പിലാക്കാൻ തുടങ്ങുമ്പോൾ എതിർക്കുന്നതാരാണ്? സാധ്യമായ എല്ലാ നടപടികളും ഇക്കാര്യത്തിൽ സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. തുടർന്നുള്ള നടപടികൾ വേഗതയിൽ പൂർത്തിയാക്കുന്നതിന് ചീഫ് സെക്രട്ടറി തലത്തിൽ സെക്രട്ടറിമാരുടെ യോഗം ചേർന്ന് നടപടികൾ സ്വീകരിക്കാൻ തീരുമാനിച്ചിട്ടുമുണ്ട്. ഇക്കാര്യത്തിൽ ആർക്കും ആശങ്ക ഉണ്ടാകേണ്ടതില്ല എന്നാണ് വ്യക്തമാക്കാനുള്ളത്. വലിയ കൂടിയ സഭകളിൽ തന്നെ തീ പുകയാത്ത വീടുകളുണ്ട്, കുട്ടികളെ പഠിപ്പിക്കാൻ നിവൃത്തിയില്ലാത്ത വീടുകളുണ്ട്. ഇത് പിന്നെ കുടുംബമഹിമയുണ്ട് എന്ന് പറയുന്നതിനകത്ത് വലിയ അർത്ഥമൊന്നുമില്ല. അപ്പൊ ഇവരുടെ ഒരു ഈഗോയാണ്, ആരുടെ ഈ മുഖ്യധാര ക്രൈസ്തവരുടെ ഈഗോ കൊണ്ട് പറഞ്ഞ് ഞങ്ങൾക്ക് ഇതൊന്നും വേണ്ട, ഞങ്ങൾ അങ്ങ് കൂടിയ ആളുകളാണെന്ന് പറഞ്ഞ് അങ്ങനെ നഷ്ടപ്പെട്ടു പോയി. എന്താണ് ഈ ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ട്? എന്താണ് അത്? കുറിച്ചൊന്നും പറയാം. ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക് ഉള്ള പല മേഖലകളിലുള്ള പിന്നോക്കാവസ്ഥ, അതേപറ്റി നമ്മൾ പറയുമ്പോൾ കുറെ കൂടെ പുറകോട്ട് പോകണം. കാരണം സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ഈ പിന്നോക്ക വിഭാഗക്കാർക്ക് ഉള്ള പല ക്ഷേമ പദ്ധതികളും റിസർവേഷൻസും ഗവൺമെന്റ് പ്രഖ്യാപിക്കുന്ന കാലഘട്ടത്തിൽ, ഈ റിസർവേഷൻ എന്ന് പറഞ്ഞാൽ സംവരണങ്ങൾ, ഇപ്പൊ സംവരണം അതുപോലെ തന്നെ ആനുകൂല്യം, ഇത് ഗവൺമെന്റ് പ്രഖ്യാപിക്കുന്ന കാലത്ത് അന്നത്തെ ക്രൈസ്തവ നേതാക്കളോട് അതേപ്പറ്റി ആരാഞ്ഞു. ക്രിസ്ത്യാനികൾക്ക് എങ്ങനെയാണ്, എന്തൊക്കെ ക്ഷേമ പദ്ധതികളിലാണ് ക്രിസ്ത്യാനികളെ ഉൾപ്പെടുത്തേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ക്രൈസ്തവരെ പ്രതിനിധാനം ചെയ്ത് ഗവൺമെന്റിനോട് സംസാരിച്ച എല്ലാ ക്രിസ്തീയ നേതാക്കളും ഒന്നടങ്കം ഒരേ സ്വരത്തിൽ പറഞ്ഞൊരു കാര്യം: ഞങ്ങളെ ഒന്നിലും ഉൾപ്പെടുത്തരുത്, ഇവിടുത്തെ നമ്പൂതിരിമാർക്ക് തുല്യമായി ഞങ്ങളെ പരിഗണിക്കണം. ഞങ്ങൾ കാരണം ക്രിസ്ത്യാനികൾക്ക് ഒരു പിന്നോക്കാവസ്ഥയില്ല, ഞങ്ങൾ ഇവിടുത്തെ മുന്നോക്ക വിഭാഗമാണ്, അതുകൊണ്ട് ഞങ്ങൾ അപ്പർ ക്ലാസ് ആണ്, ഞങ്ങൾ സവർണരാണ്, അതുകൊണ്ട് ഒരു തരത്തിലുള്ള സംവരണങ്ങളോ ആനുകൂല്യങ്ങളോ ക്രിസ്ത്യാനികൾക്ക് നൽകേണ്ട ആവശ്യമില്ല. കാരണം ഞങ്ങൾ ഓൾറെഡി അപ്ഗ്രേഡഡ് ആണ്, ഞങ്ങൾ ഓൾറെഡി ഡെവലപ്ഡ് ആണ്, ഞങ്ങൾ ഓൾറെഡി വളരെ വളരെ ഉന്നതരാണ്, അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ക്രിസ്ത്യാനികൾ പൂർണ്ണമായും സംവരണത്തിന്റെ പട്ടികകളിൽ നിന്നും ആനുകൂല്യത്തിന്റെ ലിസ്റ്റിൽ നിന്നൊക്കെ പുറത്തായി. മുസ്ലിമുകളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, അയ്യോ ഞങ്ങൾക്ക് വളരെ ഗതികേടാണ്, ഞങ്ങൾക്ക് തരാവുന്നതെല്ലാം നിങ്ങൾ തരണം എന്ന് പറയും. OBC വിഭാഗത്തിൽ, അതർ ബാക്ക്വേർഡ് കാസ്റ്റ് എന്നുള്ള വിഭാഗത്തിൽ മുസ്ലിങ്ങൾ കയറി കൂടുകയും ചെയ്തു. പിന്നീട് നമ്മൾ കണ്ടത് മുസ്ലിമുകൾക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ കിട്ടി. കാലാകാലങ്ങളിൽ ഗവൺമെന്റ് വന്നപ്പോൾ അവർക്ക് ഇടതു മുന്നണിയുടെ കൂടെ അഖിലേന്ത്യാ ലീഗ് എന്ന പേരിലും ഐക്യമുന്നണിയുടെ കൂടെ ഇന്ത്യൻ യൂണിയൻ ലീഗ് എന്ന പേരിലും ഏത് മുന്നണി വന്നാലും അവരുടേതായ കാര്യങ്ങൾ നേടിയെടുക്കുന്ന, പലപ്പോഴും ഏറ്റവും വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്ന മുസ്ലിമുകളുടെ വിഭാഗത്തിൽ നിന്ന് വിദ്യാഭ്യാസ മന്ത്രി തുടർച്ചയായിട്ട് വരുന്ന സാഹചര്യം ഉണ്ടായി. അതുപോലെ അവര് ആയിരക്കണക്കിന് അറബി അധ്യാപകരെ നിയമിച്ചു. അപ്പം അറബി ഭാഷ, അതേസമയം ഇവിടെ ക്രിസ്ത്യാനികൾക്ക് സുറിയാനി ഭാഷ ഉണ്ടായിരുന്നു. സുറിയാനി ഭാഷ ഒരു കോളേജിലും പഠിക്കാൻ ഈ പിള്ളേർ തെരഞ്ഞെടുത്തില്ല. അങ്ങനെ തെരഞ്ഞെടുത്തിരുന്നെങ്കിൽ നൂറുകണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് സുറിയാനി അധ്യാപകരെ ഈ വിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് ഗവൺമെന്റ് ജോലി കിട്ടിയേനെ. മുസ്ലിമുകൾ അത് ബുദ്ധിപൂർവ്വം ചെയ്തു. അപ്പൊ അങ്ങനെ ക്രിസ്ത്യാനികൾക്ക് ലാറ്റിൻ വേണമെങ്കിൽ പഠിപ്പിച്ച് കത്തോലിക്കർക്ക് ജോലി മേടിക്കായിരുന്നു. പക്ഷേ ഈ ലാറ്റിനെയും സുറിയാനിയും ഒക്കെ ഇവർ ഉപേക്ഷിച്ചു. പക്ഷേ മുസ്ലിമുകൾ എന്ത് ചെയ്തു? അറബി അധ്യാപകരുടെ വേക്കൻസികൾ ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു. അങ്ങനെ 10,000 മുസ്ലിങ്ങൾക്ക് ഗവൺമെന്റ് ജോലി കിട്ടി. അതുകൂടാതെ അവരുടെ മദ്രസ അധ്യാപകർക്ക് ശമ്പളവും ക്ഷേമനിധിയും പെൻഷനും മറ്റാനുകൂല്യങ്ങളും അവർ ഉറപ്പുവരുത്തി. അപ്പൊ ഇതിന്റെയൊക്കെ ഈ സമീപകാലത്ത് മുസ്ലിമുകൾക്ക് ഇങ്ങനെ ഗവൺമെന്റിൽ നിന്ന് വലിയ ആനുകൂല്യങ്ങൾ, അതുപോലെ ഹജ്ജ് തീർത്ഥാടനത്തിനുള്ള ഗവൺമെന്റ് സബ്സിഡി കോടിക്കണക്കിന് രൂപ മുസ്ലിമുകൾക്ക് കിട്ടി. അതേസമയം തന്നെ യെരുശലേം തീർത്ഥാടനത്തിനും ഗവൺമെന്റ് ഓപ്ഷൻ ഉണ്ട്, ഈ ഹജ്ജ് തീർത്ഥാടനം പോലെ. പക്ഷെ അത് ആരും എന്ത് ചെയ്തില്ല, വാങ്ങിയെടുത്തില്ല എന്നുള്ളതാണ്. അപ്പൊ അതിന് പ്രോപ്പറായിട്ട് ഇവിടുത്തെ ക്രിസ്തീയ സഭകള് അവരുടെ യെരുശലേം തീർത്ഥാടനം സംഘടിപ്പിക്കുകയോ അല്ലെങ്കിൽ വത്തിക്കാൻ തീർത്ഥാടനം സംഘടിപ്പിക്കുകയോ സർക്കാരിന്റെ ഡിസ്കൗണ്ടും ആനുകൂല്യവും പിടിച്ചു പറ്റാൻ ശ്രമിക്കുകയോ ഒന്നും ചെയ്തില്ല. കാരണം ക്രിസ്ത്യാനികൾ പൊതുവെ മുന്നോക്കക്കാരാണ്, ഞങ്ങൾക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല, ഞങ്ങൾക്ക് ഇപ്പൊ തീർത്ഥാടനത്തിന് പോകണം, ഞങ്ങളായിട്ട് പോകോളാം, ഞങ്ങൾക്ക് പഠിക്കണം, ഞങ്ങൾ പഠിച്ചോളാം. ഈ ഒരു ധാർഷ്ട്യവും ധിക്കാരവും കൊണ്ട് ക്രിസ്ത്യാനികൾക്ക് ഇത്തരത്തിലുള്ള ഒരു ആനുകൂല്യം കിട്ടില്ല. എന്നാൽ പിന്നീട് ഇപ്പം മറ്റ് വിഭാഗങ്ങളിൽ നിന്ന് ഒരുപാട് ക്രിസ്ത്യാനികൾ വരികയും, പെന്തക്കോസ്ത്, ബ്രദറൻ അല്ലെങ്കിൽ ഈ ന്യൂജൻ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഈ ക്രിസ്തീയ സഭാ വിഭാഗങ്ങൾ വരികയും എല്ലാം ചെയ്ത് ഈ അടുത്ത കാലത്താണ് ക്രിസ്ത്യാനികൾക്ക് ഒരു പിന്നോക്കാവസ്ഥ ഉണ്ടെന്നുള്ള ഒരു ചിന്ത വ്യാപകമായിട്ട് സോഷ്യൽ മീഡിയയിലും ഒക്കെ വരികയും മുസ്ലിമുകൾക്ക് പല ആനുകൂല്യം കിട്ടുന്നുണ്ട്, എന്നാൽ ക്രിസ്ത്യാനികൾക്ക് ഒരു ആനുകൂല്യം കിട്ടുന്നില്ലെന്നും പല മത്സര പരീക്ഷകളിലും ഒക്കെ ക്രിസ്ത്യാനികൾ പിന്തള്ളപ്പെടുന്നെന്നും മുസ്ലിമുകൾക്ക് സർക്കാർ ചെലവിൽ IAS ട്രെയിനിങ് വരെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ക്രിസ്ത്യാനികൾക്കൊന്നുമില്ലെന്നുള്ളൊരു നിലവിളി പല കോണുകളിൽ നിന്ന് ഉയർന്നു വന്നു. അതേ തുടർന്ന് ഈ നിലവിളി സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ശക്തമായപ്പോൾ സർക്കാരിന് പല നിവേദനങ്ങൾ കൊടുത്തു. അങ്ങനെ 2020 നവംബറിൽ നമ്മുടെ കോവിഡ് കാലഘട്ടത്തിൽ പിണറായി വിജയന്റെ സർക്കാർ മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് JB കോശിയുടെ നേതൃത്വത്തിൽ ഒരു കമ്മീഷനെ നിയമിച്ചു, ക്രിസ്ത്യാനികളുടെ പിന്നോക്കാവസ്ഥയെ പറ്റി പഠിക്കാൻ, ക്രൈസ്തവരുടെ ഇടയിലുള്ള എന്ത് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ജസ്റ്റിസ് JB കോശി കമ്മീഷന് മുൻ DGP ജേക്കബ് പുന്നൂസും മുൻ IAS ഉദ്യോഗസ്ഥ ലിഡ ജേക്കബ് അതിനകത്ത് കമ്മീഷൻ അംഗങ്ങളായിരുന്നു. അപ്പൊ ഈ 3 പേര് ഉള്ള ഈ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചു. ക്രിസ്ത്യാനികളെ പറ്റി പഠിച്ച്
വിശദമായി പഠിച്ച് അവർ 2023 ആ റിപ്പോർട്ട് സമർപ്പിച്ചു. ആ റിപ്പോർട്ട് പൂർണ്ണ തോതിൽ ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടില്ല. അതുകൊണ്ട് റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം എന്താണെന്നോ പൂർണ്ണമായി അതിലെ നിർദ്ദേശങ്ങൾ എന്താണെന്നോ നമുക്ക് അറിയാൻ കഴിയുന്നില്ല. എങ്കിലും കഴിഞ്ഞ ദിവസം കേരള മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളൊക്കെ ഞങ്ങൾ നടപ്പാക്കി കഴിഞ്ഞു എന്നാണ് പറയുന്നത്. കമ്മീഷൻ സമർപ്പിച്ച 284 ശുപാർശകൾ, 45 ഉപശുപാർശകൾ ഇവയാണ് സംസ്ഥാന സർക്കാർ പരിഗണിച്ചത്. ഇതിൽ സർക്കാരിൻ്റെ 17 വകുപ്പുകൾ പൂർണ്ണമായി ശുപാർശ നടപ്പിലാക്കി. ഈ 284 ശുപാർശകളും 45 ഉപശുപാർശകളും, അവയിൽ 220 ശുപാർശകളിലും ഉപശുപാർശകളിലും നടപടികൾ പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതായത് 284 നിർദ്ദേശങ്ങളും 45 ഉപനിർദ്ദേശങ്ങളുമാണ് ഈ റിപ്പോർട്ടിലുള്ളത് എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്. അതിൽ 284 റെക്കമെൻഡേഷനും 45 സബ് റെക്കമെൻഡേഷനും ഉള്ളതിൽ 220 റെക്കമെൻഡേഷനും ഗവൺമെന്റ് നടപ്പാക്കി കഴിഞ്ഞു. ആ ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് പൂർണ്ണ അർത്ഥത്തിൽ നടപ്പാക്കുവാൻ ഈ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് എന്നാണ് സഖാവ് പിണറായി വിജയൻ പറഞ്ഞത്. അത് അങ്ങനെയാണെങ്കിൽ അത് സ്വതന്ത്ര കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ വലിയൊരു സംഭവമായിരിക്കും. കാരണം സ്വതന്ത്ര കേരളത്തിൽ ആയിരക്കണക്കിന് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടെങ്കിലും ഒരു റിപ്പോർട്ടും ഒരു കാലഘട്ടത്തിൽ നടപ്പിലാക്കിയിട്ടില്ല. റിപ്പോർട്ടുകൾ വരുന്നു പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. അതിൽ നിന്ന് വ്യത്യസ്തമായി പിണറായി വിജയന്റെ ഗവൺമെന്റ് ഈ ക്രൈസ്തവർക്ക് വേണ്ടിയുള്ള റിപ്പോർട്ട് നടപ്പിലാക്കി. അതിനകത്ത് കുറച്ച് നിർദ്ദേശങ്ങളിൽ നിന്ന് നടപ്പിലാക്കി എന്ന് പറഞ്ഞാൽ അത് വളരെ അതിശയകരമാണ്, സ്വാഗതാർഹമാണ്. അപ്പോൾ അതിനകത്ത് ഒരു നിർദ്ദേശമാണ് മദ്രസ അധ്യാപകർക്ക് സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നത് പോലെ സൺഡേ സ്കൂൾ അധ്യാപകർക്ക്, ഈ സൺഡേ സ്കൂൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മാർത്തോമ സഭയിലാണ് ഏറ്റവും വലിയ ശക്തമായ സൺഡേ സ്കൂൾ പ്രസ്ഥാനമുള്ളത്. പാരലായിട്ട് യാക്കോബക്കാർക്കും ഒക്കെ സൺഡേ സ്കൂൾ പ്രസ്ഥാനമുണ്ട്. അതുപോലെ മറ്റു വിഭാഗങ്ങൾ, ഇപ്പം ബ്രദറൻ പെന്തക്കോസ്ത് അങ്ങനെയൊക്കെയുള്ള വിഭാഗങ്ങളിലും ഈ സൺഡേ സ്കൂൾ അധ്യാപകരുണ്ട്. അപ്പം ദൈവത്തിന്റെ വചനം അല്ലെങ്കിൽ തിരുവെഴുത്തുകളെ പഠിപ്പിക്കുന്ന ആളുകൾ, അവർക്ക് ഗവൺമെന്റിന്റെ ഒരു ആനുകൂല്യങ്ങളും ക്ഷേമനിധിയും പെൻഷനും ഏർപ്പെടുത്താൻ ഗവൺമെന്റ് തീരുമാനിക്കുകയാണ്. അത് JB കോശി കമ്മീഷൻ റിപ്പോർട്ടിലുള്ളതാണ്. അപ്പൊ അതിന്റെ നടപടി വന്നപ്പോൾ ഉടനെ കത്തോലിക്ക സഭ രംഗത്തേക്ക് വരികയാണ്. കത്തോലിക്ക സഭയിൽ സൺഡേ സ്കൂൾ പ്രസ്ഥാനമില്ല. കത്തോലിക്ക സഭ വേദപാഠം പഠിപ്പിക്കുന്നു, കാറ്റഗിസം പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഈ സൺഡേ സ്കൂൾ എന്ന പേരല്ല ഉപയോഗിക്കുന്നു. ക്രൈസ്തവ സഭ സ്വാതന്ത്ര്യാനന്തരം ഈ ഇതുപോലെയുള്ള ആനുകൂല്യങ്ങൾ വേണ്ട എന്ന് വെക്കാൻ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ? അതായത് ഈ ക്രിസ്ത്യാനികൾ എന്ന് പറയുമ്പോൾ ഈ എല്ലാം സുറിയാനി ക്രിസ്ത്യാനി അല്ല, അതിൽ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവരും ദളിത് കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവരും ഒക്കെ ഈ എല്ലാ സഭകളിലും ഉണ്ട്. ഞാൻ ചോദിക്കുന്നത്, ഇവരെല്ലാം ഇപ്പൊ ഈ ദളിത് സമൂഹത്തിൽ നിന്നും ഒക്കെ വന്ന എല്ലാവരും ഉൾപ്പെട്ടതാണല്ലോ ഈ ക്രൈസ്തവ സഭ എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ അന്ന് ഇവർ ഇത് വേണ്ട എന്ന് വെക്കാൻ എന്തെങ്കിലും ഒരു ബദൽ സംവിധാനം അവരെ ചിന്തിച്ചിട്ടാണോ, അതോ ഇവരെ ഞങ്ങൾ തന്നെ പോറ്റിക്കോളാം, ഞങ്ങൾക്ക് അങ്ങനെ ആരുടെ ഒരു ദാനം വേണ്ട എന്നുള്ളൊരു ചിന്താഗതിയാണോ? അതുകൊണ്ടല്ല, ഈ ക്രിസ്ത്യാനികൾ സവർണരാകുമ്പോ വരേണ്യ വിഭാഗമാണ്. ഞങ്ങൾക്ക് അതുകൊണ്ട് അങ്ങനെയുള്ള ഔദാര്യങ്ങളോ ആനുകൂല്യങ്ങളോ സംവരണങ്ങളോ വേണ്ട. അങ്ങനെ ഏതെങ്കിലും സംവരണ പട്ടികയിൽ വന്നു കഴിഞ്ഞാൽ ക്രിസ്ത്യാനികൾക്ക് എന്തോ പോരായ്മ പോലെ തോന്നും. ഞങ്ങൾ പള്ളിയുടെ മതിലേക്കെളുത്തവരും മാർത്തോമാ ശ്ലീഹായ ജ്ഞാനസ്നാനം കിട്ടിയവരും അങ്ങനെ പാരമ്പര്യമുള്ളവരും ഒട്ടും കുറയാത്തവരും, പ്രത്യേകിച്ച് കള്ളി കാളിയാങ്കൽ പകലമറ്റ ശങ്കരപുരി എന്നിങ്ങനെ ഈ നമ്പൂരി ഇല്ലെങ്കിലും ഒക്കെ വന്നിട്ടുള്ളവരുമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ കുറയ്ക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ക്രിസ്ത്യാനിറ്റിയെ റെപ്രസെന്റ് ചെയ്ത് അന്ന് സംസാരിക്കുന്ന ഇവിടുത്തെ പരിവർത്തിത ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ ഇവിടുത്തെ അടിസ്ഥാന വിഭാഗങ്ങളിൽ നിന്ന് ക്രൈസ്തവരായവരൊന്നും അന്ന് ഇത്തരത്തിൽ പ്രതിനിധാനം ചെയ്യാനുള്ള കഴിവൊന്നുമില്ല. അവർക്ക് ഈ സോഷ്യൽ മീഡിയ വന്നു കഴിഞ്ഞപ്പോഴല്ലേ അവർക്ക് ശബ്ദമുണ്ടായത്. ഇപ്പൊ ഞാൻ പറഞ്ഞു, ഇവിടുത്തെ ഈ ദളിത് ക്രൈസ്തവരെന്നൊക്കെ പറയുന്ന ആളുകളെ, അങ്ങനെയുള്ള ആളുകളുടെ ഒക്കെ പ്രതിനിധികൾ ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയിൽ വന്നു കഴിഞ്ഞപ്പോൾ അവരുടെയൊക്കെ ശബ്ദം കാണാനും അവരുടെ ഒക്കെ മുഖം കാണാനും, ഇപ്പൊ നമ്മുടെ അനിൽകുമാർ അയ്യപ്പനോ അനിൽ കൊടുത്തോട്ടോ ഒക്കെ എന്ന് പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ ഇല്ലെങ്കിൽ അവരെ ആരാ കേൾക്കുന്നത്? സോഷ്യൽ മീഡിയ വരുന്നതിന് മുമ്പ് അൺഹേർഡ് വോയിസസ് ആണ്. അപ്പൊ അവരെ സംബന്ധിച്ച് അവർക്ക് ഇത് അറിയത്തുമില്ല. അവരുടെ ഇടയിലൊക്കെ വളരെ വിദ്യാഭ്യാസം കുറവാണ്. ഇങ്ങനെ ഗവൺമെന്റ് ചോദിക്കുന്നു. അതെപ്പോഴും ഈ എന്താണ് ഈ പ്രധാനപ്പെട്ട ഈ മുഖ്യധാര സഭകളുടെ ഉന്നത തലത്തിൽ ഇരുന്നവരാണ് പ്രതിനിധാനം ചെയ്തത്. ഞങ്ങൾ ക്രിസ്ത്യാനികൾക്കെല്ലാം ഓക്കെയാണ്, ഞങ്ങൾക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞു. പിന്നീടാണ് ഇപ്പം ബ്രദറൻ സഭയെ തന്നെ ഈ ദളിത് വിഭാഗങ്ങളിൽ നിന്ന് വന്നിരിക്കുന്നവരെ ബ്രദറൻകാർ സാധു സഹോദരന്മാരെന്ന് വിളിക്കുന്നു. ഒന്ന് ഓർക്കണം. അതായത് അവരുടെ ഇടയിൽ ഈ യാക്കോബായി എന്നൊക്കെ പോയിട്ടുള്ള കുറച്ച് സാറുമാരും മുകളിൽ നിന്നിട്ട് ബാക്കിയുള്ളവരെ നമ്മുടെ സാധു സഹോദരന്മാരെന്ന് വിളിക്കും. അപ്പൊ ആ തരത്തിൽ, അല്ലെങ്കിൽ അവശ്യ ക്രിസ്ത്യാനി, അതെന്താ അവന്റെ ക്രിസ്തു അവശനാണോ? എന്താണ് ഈ അവശ്യ ക്രിസ്ത്യാനി? അപ്പൊ ഇവിടുത്തെ ഈ വലിയ കൂടിയ സഭകളിൽ തന്നെ തീ പുകയാത്ത വീടുകളുണ്ട്, കുട്ടികളെ പഠിപ്പിക്കാൻ നിവൃത്തിയില്ലാത്ത വീടുകളുണ്ട്. ഇത് പിന്നെ കുടുംബമഹിമയുണ്ട് എന്ന് പറയുന്നതിനകത്ത് വലിയ അർത്ഥമൊന്നുമില്ല. അപ്പൊ ഈ നമ്പൂതിരിമാരുടെ ഇടയിൽ തന്നെ എത്രയോ പിന്നോക്കം പോയവരുണ്ടെന്നറിയോ സാമ്പത്തികമായിട്ട്. അപ്പൊ ഇവരുടെ ഒരു ഈഗോയാണ്, ആരുടെ ഈ മുഖ്യധാര ക്രൈസ്തവരുടെ ഈഗോ കൊണ്ട് പറഞ്ഞ് ഞങ്ങൾക്ക് ഇതൊന്നും വേണ്ട, ഞങ്ങൾ അങ്ങ് കൂടിയ ആളുകളാന്ന് പറഞ്ഞു. അങ്ങനെ ഇത് നഷ്ടപ്പെട്ടു പോയത്. എന്റെ ചോദ്യം, ഈ അഭിമാനത്തിന്റെ പുറത്താണ് ഈ ക്രിസ്തീയ സഭയിലുള്ള നേതാക്കന്മാർ ഞങ്ങൾക്ക് ആനുകൂല്യം വേണ്ട എന്ന് പറഞ്ഞെങ്കിൽ, ഈ പറയുന്ന കത്തോലിക്ക സഭയിലും മറ്റു യാക്കോബ് ഓർത്തഡോക്സിനെ എനിക്കറിയില്ല, കത്തോലിക്ക സഭയിൽ ആണ് ഞങ്ങളുടെ നാട്ടിൽ കൂടുതലുള്ളത്. കത്തോലിക്ക സഭയിൽ ഈ ദളിത് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ ആളുകളെ മാർഗം കൂടിയവരെന്നും പൂക്രി എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇന്നും കത്തോലിക്ക സഭയിലുള്ള അംഗങ്ങൾ
ദളിത് സമൂഹത്തിൽപ്പെട്ടവര് ഇന്നും സുറിയാനി ക്രിസ്ത്യാനികളായിട്ടുള്ളവർ ഇന്നും അംഗീകരിക്കുന്നില്ല എന്നല്ല, പരിഗണന കൊടുക്കുന്നില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. അത് കത്തോലിക്ക സഭയും നല്ല ബെന്തക്കോസ്ത് സഭയിലും ഇല്ല. അത് ഇവിടെ നിൽക്കട്ടെ. ഇപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഈ സവർണ വിഭാഗത്തിൽപ്പെട്ടവർ എന്ന് അവകാശപ്പെടുന്നവർ ദളിത് സമൂഹത്തിനോട് ചെയ്ത വലിയൊരു ചതിവല്ലേ? അങ്ങനെയാണെങ്കിൽ കത്തോലിക്ക സഭയാണ് ഇത് മുൻകൈ എടുത്തെങ്കിൽ അവർ ഈ സമൂഹത്തോട് ചെയ്തൊരു ചതിയല്ലേ ഇത് ശരിക്കും പറഞ്ഞാൽ? അല്ല, സമൂഹത്തോടല്ല അവർ ചെയ്തത്, എല്ലാ ക്രിസ്ത്യാനികളോടും ആ ചെയ്തത്. ഇപ്പോൾ ഈ ക്രിസ്ത്യാനികളുടെ സൺഡേ സ്കൂൾ അധ്യാപകർക്ക് വരുന്ന ആനുകൂല്യം ദളിത് ക്രിസ്ത്യാനികൾക്കല്ല, എല്ലാ ക്രിസ്ത്യാനികൾക്കും കൂടെ കൊടുക്കാന്ന് പറയുന്നത്. അല്ലാതെ ഇത് ദളിത് ക്രിസ്ത്യാനിന്നോ ഒറിജിനൽ ക്രിസ്ത്യാനി എന്നുള്ള വ്യത്യാസമൊന്നുമില്ല. അപ്പൊ ക്രിസ്ത്യാനി ഞാൻ പറയാം, ഒന്നുകൂടെ ക്ലിയർ ചെയ്ത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ഈ സിറിയൻ ക്രിസ്ത്യൻസിനെക്കാട്ടും കൂടുതലും സാമ്പത്തികപരമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും ഒക്കെ പിന്നോക്കം നിൽക്കുന്ന ഒരു സമൂഹമായിരുന്നു ദളിത് സമൂഹം. ഇന്ന് അവർ വിദ്യാഭ്യാസത്തിൽ നല്ല മുൻഗണനയിലേക്ക് വന്നു. അപ്പൊ ആ കാലഘട്ടങ്ങളിൽ സ്വാതന്ത്ര്യാനന്തരം ഇവർ ചെയ്തൊരു ചതിയല്ലേ എന്ന് ഞാൻ ചോദിച്ചു. അന്ന് ഈ സമൂഹം ഡെവലപ്പ് ആയിട്ടില്ല. നിശ്ചയമായിട്ടും അത് ചതി തന്നെയല്ല. നമ്മുടെ കേരളത്തിലെ ഈഴവ വിഭാഗം ഒന്നടങ്കം ക്രിസ്തുമതം സ്വീകരിക്കാൻ അവർ തയ്യാറായി വന്ന ചർച്ചകളിലേക്ക് വന്നൊരു കാലഘട്ടമുണ്ട്. അന്ന് ഈ നമ്മുടെ ബിഷപ്പ് മൂറ് പറഞ്ഞത് അങ്ങനെ സംഭവിച്ചാൽ താൻ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുക. അങ്ങനെ ആ ചർച്ച നിരുത്സാഹപ്പെട്ടു പോവായിരുന്നു. അപ്പൊ അതുപോലെ തന്നെയാണ് ഈ അംബേദ്കറിന്റെ അനുയായികളും അംബേദ്കറും കൂടെ ക്രിസ്തുമതം സ്വീകരിക്കാൻ വന്നപ്പോഴും ഈ CNI സഭയുടെ ബിഷപ്പ് നിരുത്സാഹപ്പെടുത്തി. അങ്ങനെ പല ഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. കാരണം ഇതൊക്കെ ഇവർ ഭയപ്പെട്ടു. കാരണം തങ്ങൾ എന്തോ കുറഞ്ഞവരായി തീരും എന്നൊക്കെയുള്ള ചിന്തകളാണ്. അതെന്ന് പറഞ്ഞാൽ ഇവർ ചിന്തിക്കുന്നത് ഈ ക്രിസ്തീയ വിഭാഗങ്ങളിൽ മുകളിൽ ഇരിക്കുന്ന ആളുകൾ ചിന്തിക്കുന്നത് അവര് നമ്പൂതിരിമാരാണെന്നാണ്. അപ്പൊ നമ്പൂതിരിമാരെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വരേണ്യ വർഗമാണ്. ഇപ്പൊ ഈ അടുത്ത കാലത്താണ് ഈ നമ്പൂരി എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ കാര്യമൊന്നും ഇല്ലെന്നും മനുഷ്യരൊക്കെ ഒരുപോലെയാണെന്നും ഈ ജാതി മത ചിന്തകൾക്കൊന്നും വലിയ പ്രസക്തി ഇല്ലെന്നും ഒക്കെയുള്ള ഈ ആധുനിക ചിന്തയായത് വളരെ റീസെന്റിലാണ് കേരളീയ. ഇപ്പോഴും ആ ചിന്ത വരാത്ത പല പോക്കറ്റുകളുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ 2-3 ദശാബ്ദങ്ങൾക്ക് മുമ്പുള്ള കാലഘട്ടം എന്ന് പറഞ്ഞാൽ വളരെ ഈ ജാതി മേൽക്കോയ്മ, ഉച്ചനീചത്വ സമ്പ്രദായങ്ങൾ കേരളത്തിൽ കൊടികുത്തി വാഴുന്ന കാലഘട്ടത്തിൽ തങ്ങൾ നമ്പൂരിയാണെന്നും നമ്പൂരിയിൽ നിന്ന് ഡയറക്റ്റ് വന്നിരിക്കുന്നതാണെന്നും പറയുന്ന ഒരു ലഹരി. അന്ന് ഈ കുടുംബയോഗങ്ങളുണ്ട്, ഈ സുറിയാനി ക്രിസ്ത്യാനികളുടെ ഒക്കെ, ഈ കത്തോലിക്കൊക്കെ ഉണ്ട്. കുടുംബയോഗങ്ങൾക്കകത്ത് ഈ കുടുംബ ചരിത്രങ്ങൾ എഴുതുക, അത് പ്രിന്റ് ചെയ്യുക. അപ്പൊ ഇതൊക്കെ വളച്ചു കെട്ടി ഈ കള്ളി കാളിയാങ്കൽ പകലോ മറ്റും ശങ്കരപുരി ഇങ്ങനെയൊക്കെയുള്ള പഴയ ബ്രാഹ്മണ ഇല്ലങ്ങളിലൊക്കെ കൊണ്ട് കണക്ട് ചെയ്യിക്കുക. അപ്പൊ ഈ ഞങ്ങളുടെ നാട്ടിലൊരു കുടുംബക്കാർ, അവർക്ക് ഒരു പുരാതനമായ ഒരു കുടുംബചരിത്രമൊന്നുമില്ല. അവർ കുടുംബചരിത്രം ഉണ്ടാക്കുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പൊ അതിലുണ്ടാക്കുന്ന ഒരു പ്രധാനപ്പെട്ട പുള്ളി ഞാനുമായിട്ട് ചില പരിചയമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ പുള്ളി ഇരുന്ന് ഇത് എഴുതുന്നത് ഞങ്ങൾ അന്നേരം എന്നോട് ചേട്ടാ നിനക്ക് എന്തെങ്കിലും ഒരു നിർദ്ദേശം ഉണ്ടോ ഇത് ഒന്ന് ഒപ്പിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ കഥ ചമയ്ക്കല്ലേ, അപ്പൊ ഭാവനയില്ലേ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കഥകൾ ചമച്ച് തങ്ങൾ നമ്പൂരിമാരാണ് എന്നുള്ള ചിന്ത നടക്കുന്ന കാലഘട്ടത്തിൽ സംവരണം വേണോ ആനുകൂല്യം വേണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും പാടില്ല. ഒരു ഓലപ്പട വേണമെങ്കിൽ എടുത്തോ, ഞങ്ങൾ ഓരോന്ന് പിടിച്ചോണ്ട് നടക്കാം. ഏതാ പഴയ നമ്പൂരിമാർ ഓലപ്പട പിടിച്ചോണ്ട് നടക്കുമായിരുന്നു എന്നുള്ള ഒരു രൂപത്തിലാണ് ഇവിടുത്തെ ക്രിസ്ത്യാനികൾ നടന്നിരുന്നത്. പക്ഷെ പിന്നീടാണ് യാഥാർത്ഥ്യം വളരെ ക്രൂരമാണ് എന്ന് മനസ്സിലാവുകയും ആ ഒരു ചിന്തയിൽ നിന്നൊക്കെ മാറിയിട്ട് എന്തെങ്കിലും ആനുകൂല്യമൊക്കെ കിട്ടിയാൽ കൊള്ളാം. ഇപ്പൊ പ്രത്യേകിച്ച് ഈ പെന്തക്കോസ്ത വിഭാഗത്തിലും ഒക്കെ പെട്ട ആളുകൾ കൂടുതലായിട്ട് ഉത്സാഹിക്കുകയും ഈ JB കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കണമെന്ന് പറഞ്ഞ് വളരെ വ്യാപകമായിട്ട് സമര പദ്ധതികൾ പോലും ക്രിസ്ത്യാനികൾ നടത്തിയിട്ടുണ്ട്. സെക്രട്ടേറിയറ്റിന്റെ പടിക്കൽ ഒരു ധർണയൊക്കെ ഇരിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു, ഈ ബാനറൊക്കെ പിടിച്ച്. അപ്പൊ JB കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കണമെന്ന് വ്യാപകമായിട്ട് ക്രിസ്ത്യാനികൾ ആവശ്യപ്പെടുമ്പോൾ കത്തോലിക്ക സഭ അതിന് തുരങ്കം വെച്ചുകൊണ്ട് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ സ്ഥിതി. അപ്പൊ എന്തോ ഒരു കാരണത്താൽ സാരിപ്പാസ് ആ വിഷയത്തിലേക്ക് വരാൻ മടിക്കുന്നുണ്ട്. അതെന്നാന്ന് എനിക്കറിയത്തില്ല. ഞാൻ ആ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പേ നമ്മുടെ ഒരു ചർച്ചയുടെ ലൈൻ എന്ന് പറഞ്ഞാൽ ഈ കാര്യം ഒന്ന് ക്ലിയർ ചെയ്ത് പോയാലേ കാര്യം പറയും. എന്റെ ചോദ്യം, ഈ അവസരം മുതലെടുത്തുകൊണ്ട് മുസ്ലിങ്ങൾ വളർന്നുപോയി, ആ ആനുകൂല്യം ലഭിക്കാതെ ഇവിടെ താഴോട്ടും പോയി. അപ്പൊ ഈ ആനുകൂല്യം 1947 മുതൽ കിട്ടിയിരുന്നെങ്കിൽ ഇന്ന് ക്രിസ്ത്യാനിയുടെ ലെവൽ എവിടെ പോകുമായിരുന്നു എന്നുള്ളതാണ് അത് പറയാനാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. അതായത് ഈ ഗവൺമെന്റ് ഈ ജോലി സംവരണം, അതുപോലെ വിദ്യാഭ്യാസ സംവരണം, ഈ കോളേജുകളിലൊക്കെ വിദ്യാഭ്യാസ സംവരണം, അതുപോലെ സ്റ്റൈഫന്റെ മറ്റു ആനുകൂല്യങ്ങൾ, അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കാന്ന് പറഞ്ഞപ്പോ അതൊന്നും വേണ്ടെന്ന് പറഞ്ഞപ്പോ കേന്ദ്ര ഗവൺമെന്റ് ഒരു ബക്കറ്റിന്റെ ആനുകൂല്യം കൊടുത്തു. അത് ക്രിസ്ത്യാനികളെല്ലാം പോയി മേടിച്ചു വരിവരിയായിട്ട് നിന്ന്. എന്ന് പറഞ്ഞാൽ കുടുംബാസൂത്രണ ശസ്ത്രക്രിയ നടത്തുമ്പോൾ ഒരു ബക്കറ്റ് കൊടുക്കും. ഈ സഞ്ജയ് ഗാന്ധിയുടെ കാലത്ത് പറഞ്ഞ ഞങ്ങൾ ബക്കറ്റ്, ഈ ബക്കറ്റ് മേടിക്കാൻ വേണ്ടി പോയി. അങ്ങനെ ക്രിസ്ത്യാനികളുടെ ജനസംഖ്യ ഒക്കെ കുറഞ്ഞു. മനസ്സിലായോ? സന്തുഷ്ട കുടുംബം ചെറിയ കുടുംബമാണെന്നും നാം രണ്ട് നമുക്കൊന്ന്, നമ്മളൊന്നല്ലേ പിന്നെ നമുക്കെന്തിന് മറ്റൊന്ന് എന്നൊക്കെയുള്ള മുദ്രാവാക്യം വന്നപ്പോൾ ക്രിസ്ത്യാനികൾ ഈ ദൂത് അങ്ങ് ഏറ്റെടുത്തു. ഏതാ കേന്ദ്ര ഗവൺമെന്റ്. മുസ്ലിങ്ങൾ പറഞ്ഞു അത് ശരിയല്ല, അള്ളാഹ് തരുന്നത്. അപ്പൊ ക്രിസ്ത്യാനികളുടെ ബൈബിളിനകത്ത് എഴുതി വെച്ചിരിക്കുകയാണ്, യൗവനത്തിലെ മക്കൾ വീരന്റെ ആവനാഴിയിലെ ശരങ്ങൾ പോലെയാകുന്നു, അവയെ കൊണ്ട് തന്റെ ആവനാഴി നിറയ്ക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, പട്ടണവാദിക്ക് വെച്ച് അവൻ ശത്രുക്കളോട് എതിരെടുക്കുമ്പോൾ അങ്ങനെയുള്ളവൻ ലജ്ജിച്ചു പോകയില്ല എന്ന് ബൈബിളിൽ വാക്യമുള്ളപ്പം ഈ ബൈബിളും കൊണ്ട് നടന്ന ക്രിസ്ത്യാനികൾ മുഴുവൻ എന്ത് ചെയ്തു? കുടുംബാസൂത്രണം നടപ്പിലാക്കി. അങ്ങനെ ക്രിസ്ത്യാനികൾക്ക് എന്ത് ചെയ്തു? അല്ല, ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് പ്രസവം നിർത്താനും വ്യവസ്ഥയില്ല, അതും ലംഘിച്ചു.
എല്ലാം ലംഘിച്ചു. അങ്ങനെ പ്രസവം നിർത്തുകയും ശസ്ത്രക്രിയ ചെയ്യുകയും ഒക്കെ ചെയ്ത് ക്രിസ്ത്യാനികൾ വളർച്ച മുരടിപ്പിക്കുകയും എന്നാൽ അവർക്ക് സാമൂഹികമായി മുന്നോട്ട് വരാനുള്ള ഗവൺമെന്റിന്റെ ഓഫർ നിരസിക്കുകയും ചെയ്തു. മുസ്ലിങ്ങളാകട്ടെ ഈ മറ്റേ ഓഫർ അത് വേണ്ടത് കൈ വെച്ചാൽ മതി എന്ന് പറഞ്ഞു, ഈ ഓഫർ ഇഞ്ഞെടുത്തു. വ്യത്യാസം മനസ്സിലായോ? 2 ഓഫറാണ് വന്നത്. അതായത് ഈ കമ്മ്യൂണിറ്റിക്ക് ക്ഷേമം വരാൻ വേണ്ടി ഇത്, അതായത് വലിയ കുടുംബം വരുമ്പോൾ ചെലവ് കൂടും, പട്ടിണി കൂടും. അപ്പൊ അതുകൊണ്ട് കുടുംബങ്ങളെ ചെറുതാക്കുക, എന്നിട്ട് നമുക്ക് ക്ഷേമം ഉണ്ടാക്കാം. ക്രിസ്ത്യാനികൾ ആ ദൂത് ഏറ്റെടുത്തു. അത് കൊള്ളാം, ഞങ്ങൾ ചെറുതാക്കാന്ന്. എന്നാൽ ഞങ്ങൾ സപ്പോർട്ട് തരാം, സംവരണം തരാം, നിങ്ങൾക്ക് കുറെ കൂടെ അത് മുസ്ലിങ്ങൾ എടുത്തു. 2 ഒരേപോലെ ഗവൺമെന്റിൽ വന്നു. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദുരഭിമാനം, അതായത് ഞങ്ങൾ വലിയ ജാതിയിൽപ്പെട്ടവരാണ്, മതിലെ കുറിച്ചവരാണ്, തോമാശ്രീയുടെ കാലത്ത് മാമോദിസ മുങ്ങിയവരാണ് എന്ന് പറയാൻ വേണ്ടി കാണിച്ച പരിപാടിയാണ് ശരിക്കും പറഞ്ഞത്. അതുകൊണ്ട് നഷ്ടമായത് ഇതിലേക്ക് കൂടി ആളുകൾക്കാണ് അതിന്റെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായത്. ഇതാണ് ചോദിക്കാനാണ് ഞാൻ ഈ വന്നത്. അപ്പൊ അനുഭവത്തിലായി പോയി. അപ്പൊ അതിന് പിന്നീട് ഈ JB കോശി കമ്മീഷൻ റിപ്പോർട്ട് വരുന്നത് ഈ പിന്നോക്കാവസ്ഥയെ പഠിച്ച് ക്രിസ്ത്യാനികൾക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കണം എന്നുള്ളതാണോ? അങ്ങനെയല്ല. മുസ്ലിമുകൾക്ക് ഇത്തരത്തിലുള്ള സപ്പോർട്ട്, ഇപ്പൊ ഉദാഹരണം പറഞ്ഞ IAS എഴുതാൻ ഒരു മുസ്ലിം കുട്ടി ആഗ്രഹിച്ചാൽ കേരള ഗവൺമെന്റിന്റെ ചെലവിൽ തിരുവനന്തപുരത്ത് താമസിപ്പിച്ച് ഭക്ഷണവും താമസവും കൊടുത്ത് ട്രെയിനിങ്ങും കൊടുത്ത് അവർ IAS എഴുതിക്കാം. ക്രിസ്ത്യാനികൾക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ കിട്ടുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ എത്രയോ IAS IPS മുസ്ലിം വിഭാഗത്തിൽ നിന്ന് കയറി വന്നു. അവർക്ക് സ്വാഭാവികമായിട്ടും ഏറ്റവും വിദ്യാഭ്യാസപരമായിട്ട് പിന്നോക്കം നിന്ന മുസ്ലിമുകളാണ് ഇന്ന് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും മുന്നിൽ. അത് ഞാനതിന് കുറ്റം പറയുന്നല്ല, ഞാൻ അവരെ അഭിനന്ദിക്കുന്നു. മുസ്ലിം വിഭാഗത്തിന് ഹാർട്ടി കൺഗ്രാജുലേഷൻ. അത് അവർ പരിശ്രമത്താൽ പൊങ്ങി. ഞാൻ പറഞ്ഞത് അവർ പൊങ്ങല്ലെന്ന് അവരെ താക്കണമെന്നല്ല. പക്ഷെ ക്രിസ്ത്യാനികൾക്ക് ആ ഒപ്പം എത്താൻ പറ്റിയില്ല. അപ്പോ ഈ വലിയ ചർച്ചയുണ്ടായി. പ്രത്യേകിച്ച് ഈ ജിഹാദും മറ്റ് തരത്തിലുള്ള ലവ് ജിഹാദ് അല്ലെങ്കിൽ മയക്കുമരുന്ന് ജിഹാദ് എന്നൊക്കെ പറഞ്ഞൊരു അസ്വാരസ്യം ഉണ്ടായി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും കൂടെ താരതമ്യപ്പെടുത്തിയപ്പോൾ ഇന്ന് ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് പഴയ പരമ്പരാഗത ക്രിസ്ത്യാനികളല്ല, ഒരുപാട് ക്രിസ്ത്യൻ വിഭാഗങ്ങളുണ്ട്. അപ്പൊ ഈ ചർച്ച സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ അതുപോലെ TV ചർച്ചകളിലൊക്കെ ഇത് കൊടി പിടിച്ച് വലിയ ചർച്ചയായി കഴിഞ്ഞപ്പോൾ പിണറായി വിജയന്റെ സർക്കാർ 2020 നവംബറിൽ ഈ കമ്മീഷനെ നിയമിക്കുകയാണ്. അങ്ങനെ ക്രൈസ്തവർക്ക് ഒരു പിന്നോക്കാവസ്ഥയുണ്ട്, അതേപ്പറ്റി പഠിക്കണമല്ലോ. അങ്ങനെ പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ 3 ക്രിസ്ത്യാനികൾ, JB കോശി, ജേക്കബ് പുന്നൂസ്, ലിഡ ജേക്കബ്, ഈ 3 പേരെ നിയോഗിച്ചു. നിങ്ങൾ ഇത് പഠിച്ചിട്ട്, ഒരാൾ പോലീസിൽ നിന്നും, ഒരാൾ സിവിൽ സർവീസിൽ നിന്നും, ഒരാൾ ജുഡീഷ്യറിയിൽ നിന്നുമാണ്. നിങ്ങൾ 3 കൂടി ഒന്ന് പഠിച്ചിട്ട് റിപ്പോർട്ട് ഇതാ. ആ റിപ്പോർട്ടാണ് JB കോശി കമ്മീഷൻ റിപ്പോർട്ട്. ആ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കണമെന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികളെല്ലാം ആവശ്യപ്പെട്ട. ഇപ്പൊ അത് നടപ്പിലാക്കാൻ തുടങ്ങുമ്പോഴുള്ള പ്രതിസന്ധിയാണ് കുറുകെ കിടക്കുന്നത്. പണ്ട് ഭീമൻ പോയപ്പം ഹനുമാൻ കുറുകെ കടന്നു പറഞ്ഞ പോലെ ഇപ്പം പിണറായി വിജയൻ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ഈ റിപ്പോർട്ട് നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഹനുമാനെ പോലെ കുറുകെ കിടക്കുന്നത് നമ്മുടെ തറയിൽ തിരുമേനിയാണ്. തിരുമേനി സമ്മതിക്കുകയല്ല, പറ്റിയെന്ന് പറഞ്ഞു. അതിൻ്റെ അകത്തെ ഞാൻ മനസ്സിലാക്കുന്നത് ജസ്റ്റിസ് JB കോശി തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ റിപ്പോർട്ട് പുറത്തു വരാത്തതും നടപ്പിലാക്കാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം ക്രൈസ്തവ വിഭാഗം ഒരു പ്രധാന വോട്ട് ബാങ്ക് അല്ല, ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സർക്കാരിന്റെ കയ്യിൽ അതിനുള്ള പണമില്ല. ഇതാണ് പ്രധാനമായിട്ട് ജസ്റ്റിസ് JB കോശി പറയുന്ന 2 പ്രധാനപ്പെട്ട കാരണങ്ങൾ. അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? അത് അദ്ദേഹത്തിന് തോന്നിയതായിരിക്കും. അദ്ദേഹത്തിന് തോന്നുകയാണ് ക്രിസ്ത്യാനികൾ വോട്ട് ബാങ്ക് അല്ലെന്ന്. അദ്ദേഹം കിനാവ് കാണുകയാണോ? ക്രിസ്ത്യാനികൾ വോട്ട് ബാങ്ക് അല്ലെങ്കിൽ പിന്നെ സതീശൻ കാക്കനാട്ട് പോയി തലേ തുണിയിട്ട് കാക്കനാട്ടോട്ട് പോകണമായിരുന്നു. ഇപ്പൊ ക്രിസ്ത്യാനികൾ വോട്ട് ബാങ്ക് അല്ലാത്തതുകൊണ്ടൊന്നുമല്ല, ഗവൺമെന്റിന്റെ ഈ പണം ഇല്ലാഞ്ഞിട്ട് ഗവൺമെന്റ് അതെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു. ഇപ്പൊ ഗവൺമെന്റ് ഈ കാര്യം നടപ്പിലാക്കാൻ തുടങ്ങുമ്പോൾ എതിർക്കുന്നത് ആരാണ്? അതാണ് ചോദ്യം. ഇപ്പൊ ഞാൻ പറഞ്ഞ ഞങ്ങളെ കേട്ടോണ്ടിരിക്കുന്ന പെന്തക്കോസ്ത വിഭാഗത്തിൽപ്പെട്ട നിങ്ങളുടെ സൺഡേ സ്കൂൾ അധ്യാപകരുടെ പേര് കൊടുത്താൽ അവർക്ക് മാസം ഒരു തുക ഗവൺമെന്റിന് കിട്ടും, ഒരു പെൻഷൻ കിട്ടും, ആനുകൂല്യങ്ങൾ കിട്ടും. ഇത് സർക്കാർ വെക്കുമ്പോൾ ഈ ശ്രീപത്മനാഭന്റെ 4 ചക്രമാണെങ്കിലും അത് കിട്ടുന്ന പുണ്യമാണെന്ന് കരുതുന്ന ഒരു ജനത ഇവിടെ ഉണ്ടായിരുന്നു. അത് എത്ര വലുതെന്നല്ല. അപ്പൊ ഈ സർക്കാർ ആനുകൂല്യത്തെ ഇവർക്ക് കിട്ടരുത് എന്ന് ആര് പറയുന്നു? കത്തോലിക്ക സഭ പറയുന്നു. അവിടെയാണ് നമ്മുടെ ചർച്ച. അതല്ലേ പ്രധാനപ്പെട്ട പോയിന്റ്. അല്ല JB കോശിയുടെ കമ്മീഷൻ റിപ്പോർട്ട് ഇതുവരെ അത് പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. പക്ഷെ അതിന് കൃത്യമായി തന്നെ ഒരു മറുപടി കത്തോലിക്ക സഭ പറയുന്നുണ്ട്. കാരണം ഈ വചന പഠനം എന്ന് പറയുന്നത് അതൊരു പണത്തിൽ അധിഷ്ഠിതമായ ഒരു പഠനമല്ല, അതൊരു സേവനമാണ്, വോളണ്ടറി വർക്കാണ്. യഥാർത്ഥമായ മതവിശ്വാസമുള്ളവൻ അവൻ അത് ഉൾക്കൊണ്ടുകൊണ്ട് പഠിപ്പിക്കണം. അല്ലാതെ അത് പണത്തിന് വേണ്ടിയല്ല, സർക്കാരിന് ലഭിക്കുന്ന ആനുകൂല്യത്തിന് വേണ്ടിയല്ല എന്നവർ പറഞ്ഞു. ഞാനതൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അതെല്ലാം ചോദിക്കാൻ വേണ്ടി തന്നെയാണ് ഞാനിത് എഴുതി തയ്യാറാക്കി വെച്ചാണ് വന്നേക്കുന്നത്. ഞാൻ ആ ചോദിച്ച എല്ലാത്തിലേക്കും വരികയാണ്. ഞാൻ ചോദിച്ച 2 ചോദ്യം പ്രധാനപ്പെട്ട ചോദ്യമാണ്. ജസ്റ്റിസ് JB കോശി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ക്രൈസ്തവ സമൂഹം ഒരു പ്രധാന വോട്ട് ബാങ്ക് അല്ല എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ക്രിസ്ത്യാനികൾ കുറവാണെന്നായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചത്. 2, സർക്കാർ കടത്തിലാണ്, സർക്കാരിന്റെ കയ്യിൽ പണമില്ല എന്നുള്ളതാണ് അദ്ദേഹം മുമ്പോട്ട് വെക്കുന്നത്. അതോടൊപ്പം തന്നെ പറയുന്നത് ഒരു കാര്യം പറയണ്ടേ, സർക്കാരിന്റെ കയ്യിൽ പണമില്ലെന്ന് പറയേണ്ടത് ഒന്നുകിൽ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ്, അല്ലെങ്കിൽ ധനകാര്യമന്ത്രി ബാലഗോപാലാണ്.
അല്ല JB കോശി അല്ല, അദ്ദേഹം റിട്ടയർഡ് ജഡ്ജിയാണ്. ഗവൺമെന്റിന്റെ ഈ പണം ഉണ്ടോ ഇല്ലയോ എന്ന് പറയേണ്ടത് ഒന്ന് ഈ ധനകാര്യമന്ത്രി പറയണം, അല്ലെങ്കിൽ മുഖ്യമന്ത്രി പറയണം, അല്ലെങ്കിൽ ഗവൺമെന്റ് സെക്രട്ടറി പറയണം, ഈ ധനകാര്യ കമ്മീഷൻ പറയണം. ഇവരാരും അല്ല പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇദ്ദേഹം ഊഹിച്ച് പറയുന്നതാണ്. അപ്പൊ അതിനകത്ത് ഒരു വിലയില്ല, കോശിയുടെ ആ വാക്കുകൾക്ക് ഒരു വിലയില്ല. ഗവൺമെന്റിന്റെ പണം ഉണ്ടോ ഇല്ലയോ എന്നുള്ള അദ്ദേഹത്തിന്റെ തലവേദന അല്ലല്ലോ. അത് അങ്ങേറ്റ അപഹാസ്യമാണ്. ഇപ്പൊ ഗവൺമെന്റ് നടപ്പിലാക്കാൻ പോവാണ്, ഞങ്ങൾ നടപ്പിലാക്കാൻ പോകുന്ന പറഞ്ഞപ്പം പണമില്ലെന്നല്ലല്ലോ പറഞ്ഞു. അല്ല, അദ്ദേഹം തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ നടപ്പിലാക്കിയാൽ പല മേഖല, പ്രത്യേകിച്ച് വനം വന്യജീവി മേഖലകളിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും, കുട്ടനാട്ടിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും, ഇതെല്ലാം ഉണ്ടാകും എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. പക്ഷെ സർക്കാർ നടപ്പിലാക്കുന്നില്ലെന്നാണ് അദ്ദേഹത്തിന്റെ പാഠം. ഇനി പാസ്വേഡ് അത് 284 നിർദ്ദേശങ്ങളും 45 ഉപനിർദ്ദേശങ്ങളുമാണ് ഈ കമ്മീഷൻ റിപ്പോർട്ടിൽ ഉള്ളതെന്നും അതിൽ 220 നടപ്പിലാക്കി കഴിഞ്ഞെന്നും അടുത്തത് 221 ഈ സൺഡേ സ്കൂൾ അധ്യാപകരുടെ ക്ഷേമനിധിയാണെന്നും അത് നടപ്പിലാക്കാൻ പോകാന്നാണ് സഖാവ് പിണറായി വിജയൻ പറഞ്ഞത്. അത് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിനകത്തെ വാർത്തയാണ് ഞാനിപ്പോൾ വായിച്ചത്. ന്യൂ ഇന്ത്യ എക്സ്പ്രസ്, അതിനകത്ത് ചീഫ് മിനിസ്റ്റർ പിണറായി വിജയൻ on Tuesday informed that the majority of the recommendations made by Justice JB Koshi Commission report were implemented in the state. Reviewing the actions taken based on the report, the CM asked the officials to implement the possible recommendations without any delay and inform them which of these cannot be implemented. It was also informed in the meeting that 7 of these recommendations will be submitted to the cabinet by the departments concerned. അപ്പൊ അതിലൊന്നാണ് ഈ സൺഡേ സ്കൂളിന്റെ ഇത്. അപ്പൊ ഇത് ഘട്ടഘട്ടമായിട്ട് നടപ്പിലാക്കി വരികയാണെന്നും അതിന്റെ നടപ്പിലാക്കലിന്റെ ഒരു പൂർണ്ണ തോതിൽ അതിന്റെ അവസാന ഘട്ടത്തിൽ സർക്കാർ എത്തിയിരിക്കുന്നതുമാണ് മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. മനസ്സിലായോ? അപ്പൊ അതിനകത്ത് നമ്മുടെ ദൃഷ്ടിയിൽ ഇത് ശരിയാണ്. കാരണം സൺഡേ സ്കൂൾ അധ്യാപകർക്കുള്ള ക്ഷേമം അങ്ങനെയാണെങ്കിൽ ഇത് ആരാ ഇതിനകത്ത് ഈ പറയുന്നത്, നുണ പറയുന്നത് നമ്മൾ ചിന്തിക്കേണ്ടി വരും. ഇപ്പൊ രണ്ട് കാര്യങ്ങളാണ് JB കോശി പറഞ്ഞു ഞാൻ പറഞ്ഞത്. മൂന്നാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞത് ക്രൈസ്തവ സമൂഹം സമ്മർദ്ദം ചെലുത്തുന്നില്ല എന്നാണ്. 4 അദ്ദേഹം പറഞ്ഞ ക്രൈസ്തവ സമൂഹത്തിന് പഴയതുപോലെ പോരാട്ടവീര്യമില്ല എന്നുള്ളതാണ്. 33 വകുപ്പുകൾക്കും ഈ റിപ്പോർട്ട് കൊടുത്തു, അതിൽ നിന്ന് അതിന് മറുപടിയും കിട്ടിയതാണ്. പക്ഷെ എന്തുകൊണ്ട് ഇത് നടപ്പിലാക്കുന്നില്ല എന്ന് അദ്ദേഹം തന്നെയാണ് ചോദിക്കുന്നത്. അതായത് ഈ റിപ്പോർട്ട് പൂർണ്ണ രൂപത്തിൽ നമുക്ക് ലഭ്യമല്ല. JB കോശി കമ്മീഷൻ റിപ്പോർട്ടിൽ എന്താണുള്ളതെന്ന് JB കോശിക്ക് അനുവാദമില്ലത് പുറത്തു കൊടുക്കാൻ. കാരണം ഗവൺമെന്റ് സീൽഡ് ആയിട്ട് കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടാണ്. പക്ഷെ നമുക്ക് പത്രദ്വാര മറ്റു മാധ്യമങ്ങളിലൂടെ ചോർന്ന് കിട്ടിയിട്ടുള്ള അതിലെ നിർദ്ദേശങ്ങൾ പ്രധാനമായിട്ട് ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾക്ക് ഈ വകുപ്പുകളിൽ പ്രത്യേക റിക്രൂട്ട്മെന്റ് എല്ലാ വകുപ്പുകളിലേക്കും, അത് ക്രിസ്ത്യൻ റിസർവേഷന്, അതുപോലെ ക്രിസ്ത്യൻ പ്രാതിനിധ്യം എല്ലാ മേഖലയിലും ഉറപ്പുവരുത്തുക, ക്രിസ്ത്യൻ പ്രാതിനിധ്യം കൂട്ടുന്നത്, അതുപോലെ ദളിത് ക്രിസ്ത്യാനികൾക്ക് മറ്റു ദളിത് വിഭാഗങ്ങൾക്കുള്ള ആനുകൂല്യം കൊടുക്കുക, ക്രിസ്ത്യാനി ആയതുകൊണ്ട് ദളിത് ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുന്ന സ്ഥിതി ഒഴിവാക്കുക, വിദ്യാഭ്യാസ മേഖലയിലെ റിസർവേഷൻ ക്രിസ്ത്യാനികൾക്ക് ഏർപ്പെടുത്തുക, ദളിത് ക്രിസ്ത്യാനികൾക്ക് കൂട്ടുക, പിന്നെ മദ്രസ അധ്യാപകർക്ക് തുല്യമായി സൺഡേ സ്കൂൾ അധ്യാപകർക്കും ക്ഷേമനിധി ഏർപ്പെടുത്തുക. ഇപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ചില പോയിന്റുകളാണ് നമുക്ക് ചോർന്ന് കിട്ടിയിട്ടുള്ളത്. ഇതൊക്കെയാണെന്ന്, പക്ഷെ പൂർണ്ണതോതിൽ നമുക്കില്ല റിപ്പോർട്ട്. എങ്കിലും സർക്കാർ അത് നടപ്പിലാക്കും, അതിന് പ്രതിജ്ഞാബദ്ധമാണെന്ന് ഗവൺമെന്റ് പറയുന്നു. ഇപ്പൊ നമ്മുടെ മുമ്പിൽ അതിനകത്ത് ഒരു കാര്യം നടപ്പിലാക്കാൻ ഗവൺമെന്റ് വരുമ്പോൾ ഇവിടെ എതിർക്കുന്നത് കത്തോലിക്ക സഭയാണ്. അല്ലാതെ ക്രിസ്ത്യാനികൾ സമ്മർദ്ദം ചെലുത്താഞ്ഞിട്ടാണ് JB കോശി പറഞ്ഞ എങ്ങനെയാ ഒക്കുന്നേ?